Hey guys, welcome back to our channel. അപ്പോൾ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ പരപ്പനങ്ങാടിയല്ലേ ഇപ്പൊ കിടക്കുന്ന കിട്ടിയ ബീച്ചിലാട്ടോ. നമ്മളെ ഫാമിലിയില് ഒരു ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നാണ് ഇവിടെ പാലത്തിങ്ങനെ നമ്മളെല്ലാരും കൂടി ഇവിടെ അടുത്തുള്ള ബീച്ചിലൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കറങ്ങാനായിട്ട് വന്നതാണ്. നമ്മൾ ഫസ്റ്റ് പോയിരുന്നത് എവിടെയെന്ന് ബാബു? നമ്മൾ പരപ്പനങ്ങാടി ബീച്ചിലാണ് പോയത്, അതായത് അവിടെ ഹാർബറിലൂടെ പോയത്. ഇപ്പൊ അവിടെ കുറച്ച് മീനൊക്കെ നമുക്ക് വാങ്ങിയതല്ല, അതല്ല നമ്മള് വീഡിയോ എടുക്കാൻ യാതൊരു പ്ലാൻ ഇല്ലാതെ വെറുതെ കാണാൻ മീൻ വാങ്ങാന്ന് വെച്ച് പോയതാണ്. പക്ഷെ അവിടെ ചെന്നിട്ട് ഞങ്ങൾ രണ്ടാളും സർപ്രൈസ് ആയി പോയില്ല ബാബു. ഒരുപാട് ആൾക്കാർ എത്ര പേരാന്നറിയാം നമ്മൾ അറിയണത്. അതും അല്ലേ ബാബു, എന്താ പറയാ, ഞങ്ങള് പ്രതീക്ഷിക്കാത്തൊരു അനുഭവമായി പോയി. എല്ലാരും നല്ല സപ്പോർട്ട്, എല്ലാവർക്കും എന്തോ ഒരു എന്താ പറയാ, നമ്മളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നുള്ള വരി നമുക്ക് പറയാൻ വയ്യ. നമ്മള് മീനൊന്നും വാങ്ങിയില്ല, എല്ലാത്തും നമുക്ക് ഒരു നമുക്ക് ഗിഫ്റ്റ് മാതിരി നമുക്ക് മീൻ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെ, പോയിക്കൂടി ഞാളെ അപ്പോൾ നമ്മൾ പരപ്പനങ്ങാടി ബീച്ചിക്ക് വന്നതാണ് കേട്ടോ. അവിടെ വന്നപ്പോൾ ഫുള്ള് മീൻ നിരത്തി വെച്ചിരിക്കുന്നത് ആർക്കൊക്കെയോ ഇങ്ങനെ കണക്കാക്കി വെച്ചതാണെന്നാണ് അവിടെ ചെന്ന് പിന്നെ സംസാരിച്ചപ്പോൾ മനസ്സിലായത് കേട്ടോ. നമ്മളങ്ങോട്ട് ചെന്നതേ ഓർമ്മയുള്ളൂ, പിന്നെ സംഭവിച്ചൊക്കെ ഇങ്ങനെ തന്നെയാണ് നോക്കി കേട്ടോ. വെയിലാണ്. ഞങ്ങളെ കണ്ടിട്ട് പോയ ബോട്ടടക്കം തിരിച്ചിങ്ങാണ്ട് വന്നതാണ് നിങ്ങൾ കാണുന്നത്. ഭയങ്കര സന്തോഷം സത്യം പറയുകയാണെങ്കിൽ. എല്ലാവരും വിളിച്ചു വെക്കണം, നിങ്ങൾ ആ വീഡിയോ ചെയ്യുന്ന ആൾക്കാരല്ലേ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും എടുത്ത് വന്ന് കയ്യെന്ന് സംസാരിക്കണമാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഭയങ്കര സന്തോഷമായി സത്യം പറയുകയാണെങ്കിൽ. ഞങ്ങൾ രണ്ടാളും ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ബീച്ചിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ സംഭവിക്കും എന്നുള്ളത്. നമ്മൾ വെറുതെ ഒന്ന് കയറി വന്ന് എന്താ പറയുക, മീനൊക്കെ വാങ്ങി പോവാന്ന് വിചാരിച്ച് വന്നതാണ്. അവിടെ ഉണ്ടായിരുന്ന പകുതി മുക്കാൽ ആൾക്കാർക്കും നമ്മളെ മനസ്സിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അടുത്ത് വന്നങ്ങാണ്ട് നിങ്ങളെ പല്ല് ശരിയാക്കിയത് അവിടെ നിങ്ങൾ കാണിച്ചെന്നാണ് എന്നാണ് ഒരാൾ ചോദിച്ചു കേട്ടോ. ഞാൻ ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി, എനിക്ക് ഭയങ്കര കുറവായിട്ടാ. ബീച്ചിൽ ചെന്നപ്പോൾ ഒരുപാട് പേരെ പരിചയപ്പെടാൻ പറ്റി. പിന്നെ ഒരുപാട് പേര് നമ്മളെടുത്ത് വന്നങ്ങാണ്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സാണ്, നമ്മളെ വീഡിയോസൊക്കെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് നമ്മളോട് പരിചയപ്പെട്ടു. പിന്നെ ഈ തീരത്ത് ഈ മീൻ ഇങ്ങനെ പെട്ടിയിലാക്കി വെച്ചിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ മീൻ ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടി ഇങ്ങനെ കണക്കാക്കി വെച്ചതാണ്. പിന്നെ നമ്മളെ കൊണ്ട് അവിടുന്ന് ഒരു മീൻ പൈസ കൊടുത്ത് വാങ്ങാൻ അവർ സമ്മതിപ്പിച്ചിട്ടില്ല കേട്ടോ. നമ്മളെ ഇഷ്ടം കൊണ്ട് നമുക്ക് ഒരുപാട് മീനൊക്കെ ഒരു കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പേര് നമ്മളോട് വന്ന് സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ പരിചയപ്പെടലൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുമ്പോഴാണ് വേറെ യൂട്യൂബറിനെ അവിടുത്തെ പരിചയപ്പെടുന്നത്. ആൾക്കും ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അങ്ങനെ ബാബു അവിടെ നല്ല സംസാരത്തിലാണ് നമുക്ക് ഒരുപാട് മീനൊക്കെ തന്ന് നമ്മളെല്ലാതും ഇങ്ങനെ കണ്ട് പോവാൻ നിൽക്കുന്ന ടൈമാണ് കേട്ടോ. മീനെ കിട്ടിട്ടോ. അതെ അതെ, നമുക്ക് കുറെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇവിടെ വന്നപ്പോൾ അറിയാതെ വന്ന് പെട്ടുപോയത്, വെറുതെ വന്നതാണ്. പക്ഷെ ഇവിടെ ഫുള്ള് നമ്മൾ അറിയുന്ന ആൾക്കാരാണ്. സന്തോഷല്ലേ, ഭയങ്കര ഹാപ്പിയാണ്. നമുക്ക് മീനൊക്കെ തന്നെ അല്ലേ, നമുക്കിപ്പോ പോയി കടപ്പുറത്ത് കുറച്ച് മീൻ നമുക്ക് തന്നു. എല്ലാവരും വീഡിയോയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു വീഡിയോ ആയി പോയിട്ട് അവിടെ വന്നപ്പോൾ എല്ലാവരും അറിയണവരാണ്. എല്ലാവരും വന്ന് വർത്താനം പറഞ്ഞു. മൈക്ക് കാറിലാണ് കേട്ടോ, നമ്മൾ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച് വന്നതല്ലല്ലോ. അപ്പോൾ മൈക്ക് കാറിലാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. നമ്മളിവിടുന്ന് ഒരു സഹോദരൻ കുറച്ച് മീൻ തന്നല്ലേ, പേര് ഫൈസ്. അപ്പോൾ ഇവിടെ ചല കാണാം. നമ്മള് അവിടെ ഇങ്ങനെ പോരാണ്. അപ്പൊ ഒരുപാട് നല്ല സുഹൃത്തുക്കളെ പരപ്പനങ്ങാടി ബീച്ചിൽ വെച്ച് കാണാൻ പറ്റി. ഒരുപാട് സന്തോഷം കേട്ടോ. ഈ സംസാരം കേൾക്കണമെന്ന് അറിയില്ല, കാരണം ഞങ്ങൾ കയ്യിൽ മൈക്ക വണ്ടി വെച്ച് കണ്ട് നമ്മൾ ഇവിടുന്ന് ഒരിക്കലും വ്ലോഗ് എടുക്കണം നമ്മൾ കരുതിയിട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറെ പേര് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് ആണ്, നമ്മളെ അറിയാം, നമ്മളെ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞപ്പോഴേ ഒരുപാട് ഇമ്മ ഭയങ്കര സന്തോഷത്തിലാ. അങ്ങനെയുണ്ട് നമ്മളെ ബീച്ചിൽ സാധനമാര് സൂപ്പർ ആൾക്കാരട്ടാ. നല്ല സ്വഭാവം, നല്ല നീറ്റ് പെരുമാറ്റമുള്ള മനുഷ്യന്മാരാണ്. പരപ്പനങ്ങാടി കടപ്പുറം ബീച്ച് കടങ്ങൾ വന്നിക്കിടന്ന് ഞങ്ങളൊരു ഫംഗ്ഷൻ കഴിഞ്ഞ് പോകുന്നത്. ഇനി ഉമ്മാന്റെ ആങ്ങളുടെ ഒരു ഇതുണ്ടായിരുന്നു, ഒരു കുടിരിക്കലുണ്ട് കേട്ടോ. കുടിരിക്കല് ചിലയിടത്ത് കുറ്റൂസം പറയും. അപ്പോൾ അത് കഴിഞ്ഞാണ്ട് ഞങ്ങളിങ്ങനെ പോയപ്പോൾ നമ്മള് പരപ്പനങ്ങാടി എടുത്ത് തന്നെയല്ലേ, പാലത്തിങ്ങലായിരുന്നു. അപ്പോൾ അന്ന് ബീച്ചിക്ക് വന്നേനു.
ഇത് അയിലാണ്. നല്ല കനണ്ട് കേട്ടോ. കണ്ടടിച്ചോണ്ടോ എന്നോടല്ല ഇതിലോ. ആ അതെന്നെ ആളെന്നെയാണ്. ഓക്കെ അവിടെ ഒരു സബ്സ്ക്രൈബേഴ്സ് കണ്ടുപിട്ടോ. ഇതിനെ വിളിച്ചേക്കാണ് ഇതോ. ഓക്കെ ബാക്കിലെ ഒലിങ്ങനെ നമ്മളെ ഇതിലും വിളിച്ചാലോ. ഇതിൽ എന്താണ് ആകെ ഇടിവെട്ടി പോയ അവസ്ഥയിലുണ്ട്. ഭയങ്കര സന്തോഷത്തിലാണ് ഞാനും ബാബുക്കൊപ്പം. അപ്പൊ നമ്മള് മീനൊക്കെ ഇങ്ങനെ ഒരു തന്നു നമുക്ക് ഗിഫ്റ്റുമായിട്ട് തന്നു മീന്. കുറെ മീൻ അല്ലെങ്കിലും നമ്മളെ കടപ്പുറക്കാരുടെ സ്നേഹം വേറൊരു ലെവലാട്ടോ. ഫാൻഷാഗോടൊക്കെ എത്തണ്ടെങ്കിൽ ഐസ്ക്രീം കുറച്ച് ചെല്ലോ. ഇതിന് കുറെ ചങ്ങാച്ചറ ടീം കേട്ടോ. പായണ്ട മമ്മിയെ ചൂടങ്ങണ്ട്. അടിപൊളി ഒരുപാട് മീൻ കിട്ടി. നല്ല മനുഷ്യന്മാര്. മമ്മിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഞങ്ങളിതാ വരികയാണേ. അപ്പൊ എല്ലാരും ഉണ്ട് ഇവിടെ അല്ലേ? എല്ലാരും ഉണ്ട് ഇവിടെ. അമ്മയാ അമ്മ ഇവിടെ കട്ടിങ് വിളിച്ചത്. നിങ്ങളെ നാടല്ലേ ഇരിക്കുന്നത്? എന്റെ നാടല്ല, ഞാൻ പാലത്തിങ്ങക്കാരത്തിയാണ്. എന്റെ നാടിന്റെ തൊട്ടടുത്താണ് പരപ്പനങ്ങാടി ബീച്ച്. അങ്ങോട്ട് വന്നതാണ് ഞാൻ എന്റെ മക്കളെല്ലാം പാടെ. ഇപ്പൊ വരാൻ പറ്റില്ല. ഇപ്പൊ തൃശ്ശൂരാണല്ലേ? തൃശ്ശൂരാണ്. എന്റെ മോന് ഫിലിം കാണാനും പോയി. ഓന് ഒന്നാമത് അല്ല ഓന്റെ ചങ്ങായിമാര് ഓന്റെ താത്താന്റെ രണ്ട് മക്കളും അപ്പും ബലും ഇല്ലാത്ത കൂട്ടരെ കാണിച്ചതാ. ഹലോ വരിക പോയിന്നെ. അപ്പൊ ഏതായാലും ഞങ്ങളിങ്ങനെ പോവുകയാണ്. കേസ് റിട്ടേൺ. നാനൂറ്റി ഇതിൽ മൈക്കോപ്പായിക്കാം ചേച്ചി വിളിയുള്ളൂ. അച്ചു കേട്ടോ കേട്ടോ. ചേച്ചിയെ 20 രൂപ ഒക്കെ 10 രൂപ. ഈ ഒരു പോടുന്നേ. ആ 20 ഒന്നും ആയിട്ടോ ഒക്കെ പാടുന്നുണ്ടോ? വയറ് എടുക്കൂട്ടോ. നല്ല അടിയാവൂല്. അപ്പൊ നമ്മള് കടപ്പുറത്തേക്ക് വന്നാല് ഇത് മസ്റ്റ് ആട്ടോ. ചൊരണ്ടി ഐസാണ്. അല്ല കടപ്പുറത്ത് എപ്പോ വരുമ്പോ ഒരു വൈബാണ്. കടപ്പുറത്ത് അത് കൂടുതൽ കാണുക. വേറെ കണ്ടിട്ടുണ്ട് കിട്ടും. പക്ഷെ ഇത് ശരിക്കും ഫസ്റ്റ് വന്ന് കോഴിക്കോട് കടപ്പുറത്താണ്. സംശയം ചോദിച്ചത് അല്ല ചെയ്യാ. കടപ്പുറത്തിൽ ഇത് കൂടുതൽ കാണുക ചൊരണ്ടി ഐസ്. ഇപ്പൊ എത്താം. ഇവിടെ വിളമ്പി കൊടുക്കലും വാരി കൊടുക്കലും എനിക്ക് എന്തെങ്കിലും ആണെന്നൊരു ഏറ്റ ഒന്നും ചോദിക്കുന്നില്ല. ആട്ടെ ബീച്ചിൽ നിന്നൊക്കെ പോകുന്നതിന് ശേഷം വീട്ടിലേക്ക് പോവാൻ കേട്ടോ. അപ്പം നമ്മൾ പാലത്തിക്കലായിരുന്നു ബുള്ളറ്റ് നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നത്. എമ്മിയും ഓരും കാറിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഞാനും ബാബും ബുള്ളറ്റിലാണ് പരിപാടിക്ക് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ബീച്ചിക്ക് വെയിലും കൊണ്ട് പോകണ്ടല്ലോ വിചാരിച്ചാണ്ട് ഇങ്ങനെ സൈഡാക്കിങ്ങാണ്ട് ഞങ്ങൾ കാറിൽ പോയതായിരുന്നു. ഒരു അങ്ങനെ കാറിൽ പോയിട്ടോ. അങ്ങനെ ഞാൻ ബുള്ളറ്റൊക്കെ എടുത്ത് തിരിച്ച് പോണ വഴി നബിദിന റാലിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 3-4 ടൈപ്പ് ഡാൻസ് ദഫ്മുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ പാണക്കാട് ചെന്നിട്ട് ചായ കുടിക്കാനായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരുന്ന വഴിയല്ല. അപ്പം ഇമ്മിയും ബാബും കപ്പിയും പൂളിയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഡയറ്റ് ആയതുകൊണ്ട് തന്നെ കാടമുട്ട പുഴുങ്ങിയതാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വെച്ചാൽ ഫുള്ളായിട്ട് ഡയറ്റ് അല്ല, നന്നായിട്ട് സ്ലിം ആയ ശരിയാവില്ല. എല്ലാവരും പറയും എനിക്ക് നല്ല മെലിഞ്ഞുണ്ടെങ്കിൽ ഞാൻ കാണാൻ ഒരു രസം ഉണ്ടാവില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് ഒതുങ്ങാൻ വേണ്ടി കണ്ടാണ്. അപ്പോൾ ബിന്ദിയും സിനും പാനിപൂരിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഉമ്മ പിന്നെ സാമ്പിളായിങ്ങാണ്ട് സിമ്പിളായിട്ടുണ്ടല്ലോ നോർമൽ പാനിപൂരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ പാനിപൂരി. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ബാബുവിന് ഇതിൻ്റെ ചോയ ഇഷ്ടമല്ല. ബാബുവിന് ഒന്നും ഞാൻ കൊടുത്തപ്പോൾ തന്നെ ഒരു ജാതി ഛർദ്ദിക്കാൻ വരുന്നേ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആള്. നമ്മളിവിടുന്ന് തിരിക്കാണ്.
ഭയങ്കര വെയിലാണ് ഒന്നാമത്. ഇവിടെ ഒക്കെ ഒരു മൈരിബിനേശൊക്കെ വന്നുകാണ്ട് അല്ല മൈരിബിനേശം ആരച്ചന് നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. അച്ഛന് മുട്ടായി വാങ്ങാൻ വേണ്ടി പോയതാ. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും നമ്മളെന്തായാലും വീട്ടിലേക്ക് തിരിക്കാണ്. നമ്മൾ ചെറിയൊരു വീഡിയോ ആണല്ലോ. വീഡിയോ എടുക്കാൻ വേണ്ടി വന്നല്ലോ കേട്ടോ. അങ്ങനെ ഓരോ സംഭവവികാസം ഉണ്ടായപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കണം. അതെ, അതിസംഭൂലക വികാസം അങ്ങനല്ല എന്തായാലും. അപ്പോൾ എന്തായാലും ഗൈസ് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്താൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇതിൽ കൂടുതൽ വീഡിയോസ് വല്ല നമ്മൾ എടുക്കുകയാണെങ്കിൽ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണല്ലേ. നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ടാറ്റാ.